അപ്പൊ ഗൈസ് ഭയങ്കര സാഡ് ആ ഒരു ഫീലിംഗോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ നിൽക്കണ. കാരണം എന്താന്ന് വെച്ചാൽ അലക്സ് പെരേര തോറ്റോണ്ടെന്നല്ല കേട്ടോ. അലക്സ് പെരേര തോറ്റെങ്ങനെയെന്നുള്ള ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് വരാന്ന് പറഞ്ഞ പയ്യൻ വന്നില്ല. കമ്മിറ്റഡായ വേർഡായിട്ട് ഫോൺ വിളിച്ചോണ്ടിരിക്കണേ. ഞാനപ്പ ഗൈസ് എനിക്ക് പരിമിതികളുണ്ട്. ഒരാള് മാത്രമായിട്ട് മുമ്പിൽ ഇരിക്കാണ്ട് ഒരു ബാഗ് മാത്രമായിട്ട് ഞാൻ കാണാൻ ഒരു ബോറിംഗ് ആയിരിക്കുള്ളൂ. എനിക്ക് മര്യാദക്കുള്ള പോയിന്റ്സോ കാര്യങ്ങളോ കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്റെ സാഡ്നെസ് മാറാൻ വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും. ഞാനപ്പ ജസ്റ്റ് രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രം കാണിക്കും, കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിക്കാം. ജസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അങ്ങനെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അങ്ങനെ ജയിച്ചത്. അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്തോണ്ട് അലക്സിന്റെ ലെഫ്റ്റ് ഹുക്കും ഹാഫ് കിക്സും എങ്ങനെ അങ്കലവ് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. ഞാൻ മറ്റേ സ്ലൈഡൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് ഇടാൻ നോക്കാം. ലിമിറ്റഡ് ഇതിനകത്ത് എങ്ങനെ ആവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ബേസിക്കലി പറഞ്ഞാണെങ്കിൽ ഗൈസ് നമ്മുടെ ഈ അങ്കല് വേണമില്ലേ ഒരു കാര്യം നിങ്ങൾ ഫൈറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സൗണ്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ മിക്കവാറും വോയിസ് ഓവർ ഉണ്ട്, കുറച്ച് ഉറക്കെ പറയാം. അങ്കലവ് ഇതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച ഫൈറ്റിന്റെ തുടക്കം തുടങ്ങിയ അവസാനം അലക്സിന്റെ കൊടുത്തു പോലെ അങ്കലവില്ലേ മാങ്ങ പറഞ്ഞ ഉദ്ദേശിച്ചതേ ആ ലെഫ്റ്റ് ഹാൻഡ് ഞങ്ങൾ ചെക്ക് ചെയ്യും. എപ്പോഴും അലക്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് അലക്സ് ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് ഇതൊക്കെ പിടിച്ച് ഒന്ന് ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും എന്താ ഫുൾ ടൈം അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അലക്സിന്റെ ലെഫ്റ്റ് ഹുക്ക് എറിയാനുള്ള ഇതവിടെ സ്റ്റോപ്പ് ചെയ്യണം. രണ്ടാമത് അലക്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണെങ്കിൽ ഫുൾ ടൈം ട്രാക്ക് ചെയ്യാം. ആ റേഞ്ച് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാം. അലക്സിന്റെ മോസ്റ്റ് ഡേഞ്ചറസ് എപ്പോഴാണ് നിങ്ങൾക്ക് അറിയാലോ. ഇങ്ങനെ പറയട്ടെ, അലക്സിന്റെ ലെഫ്റ്റ് ഹുക്ക് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാനാണ് എനിക്കൊന്നും കാണിക്കാൻ പറ്റൂല. എന്നാലും അത് ഫുൾ ടൈം സ്റ്റോപ്പ് ചെയ്യണായിരുന്നു അങ്ങനെ ഫുൾ ടൈം. അത് കാണുമ്പോ നിസ്സാര കാര്യമായിട്ട് തോന്നും, പക്ഷെ നിസ്സാര കാര്യമല്ല. ഇങ്ങനെയൊന്നും അലക്സിനെ ആരും ചെക്ക് ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരാൾ ചെക്ക് ചെയ്തായിരുന്നു, ദ ഗ്രേറ്റ് ഇസ്രായേൽ അഡസാനിയ. ഫസ്റ്റ് ഫൈറ്റിലും സെക്കൻഡ് ഫൈറ്റിലും അലക്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് ഫുൾ ടൈം സൗത്ത് പോലോട്ട് അഡസാനി എപ്പോഴും സ്വിച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യാനുണ്ട്. അഡസാനി എപ്പോഴും ഇങ്ങനെയായിരുന്നു, ഈ ഒരു സ്റ്റൈലില് എപ്പോഴും അത് നിൽക്കണായിരുന്നു. അപ്പൊ ആ റേഞ്ച് മാർക്ക് ചെയ്യുകയും ചെയ്യും. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് തടയാനും പറ്റും. അപ്പൊ ഫീലിംഗ് സ്റ്റഡി നടത്തിയപ്പോ അങ്കലവിന്റെ കോച്ചും വാട്ട് അഡസാനിയ ഡിഡ് ബെസ്റ്റ് അഗെയിൻസ്റ്റ് അങ്കലവ് പഠിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ അത് ഗൈസ് ഞാൻ പിന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അലക്സിന്റെ ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഡേഞ്ചറസ് വെപ്പൺ ലെഫ്റ്റ് ഹുക്ക് ആണ് എന്നും പറഞ്ഞ അലക്സ് ലെഫ്റ്റ് ഹുക്ക് മാത്രമുള്ള ആളൊന്നുമല്ല കേട്ടോ. അലക്സിന് ടെക്നിക്കലി തൗസൻഡ്സ് ഓഫ് ബോക്സിംഗ് റൈറ്റീവ്സ് ഉണ്ട്. ബോക്സിംഗ് അല്ല, കിക്ക് ബോക്സിംഗ് റൈറ്റീവ്സ് ഉണ്ട്. ചെയ്യണ ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് അലക്സ് ചെയ്യണ ഓരോ കാര്യങ്ങളിലും ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ഹയസ്റ്റ് ലെവലിൽ കിക്ക് ബോക്സേഴ്സിന് മാത്രമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അലക്സിന്റെ മോസ്റ്റ്ലി ലീത്തലി ലെഫ്റ്റ് ഹുക്ക് ആണ്. പക്ഷെ അലക്സ് എപ്പോഴും എഫക്റ്റീവായിട്ട് ഇവിടെ എപ്പോഴും വെച്ചിട്ടുണ്ടെങ്കിൽ കാഫിക്ക് ആണ്. നിങ്ങൾക്ക് അറിയാലോ, വളരെ കുറച്ച് കാഫിക്ക് മാത്രം അലക്സ് എറിഞ്ഞുള്ളൂ ഈ ഫൈറ്റ്. എന്താ കാര്യം ഗൈസ്, ഞാൻ പറഞ്ഞത് അലക്സ് എപ്പ കാഫിക്ക് എറിഞ്ഞാലും അങ്കലവ് കൗണ്ടർ ചെയ്യാനുണ്ടായി ഗൈസ്. സിമ്പിൾ ആയിട്ട് ഞാൻ അവിടെ പോയി കാണിച്ചു തരുന്നത്. അലക്സ് ആണ്, ഞാൻ അലക്സ് ആ ഒരു മൊമെന്റ് തന്നെ അങ്കലവ് എപ്പ അലക്സ് കാഫിക്ക് എറിഞ്ഞാലും അങ്കലവ് അതറിയാൻ തുടങ്ങി, കൗണ്ടർ അറിയാൻ തുടങ്ങി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ കാഴ്ച. ഒന്നാമത്തെ കാര്യം, അങ്കലവ് ഈ ഫൈറ്റ് ഫുള്ള് പ്രഷർ ചെയ്യണായിരുന്നു. ബാക്കിലോട്ട് പോയിരിക്കുമ്പോഴാണ് അലക്സ് കാഫിക്ക് എറിയണം. ബാക്കിലോട്ട് പോയിരിക്കണ ഒരാള് കാഫിക്ക് എറിയണ സമയത്ത് നോക്കിയേ, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാള് പ്രഷർ ചെയ്ത് കൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് കൂടി പോകും. ആകെ ഋതന്തിരിക്കുന്ന അലക്സിന്റെ എല്ലാ ഋതവും തെറ്റും. അപ്പൊ സിംപ്ലി പറഞ്ഞാണെങ്കിൽ എവറി ടൈം അലക്സ് ത്രൂ എ കാഫ് കിക്ക് അങ്കലവ് കൗണ്ടേർഡ്. ഇതൊരു ബിഗ് തിങ് ആയിരുന്നു. കാരണം ആ കാഫ് കിക്കിലൂടെ ബാക്കി വരുന്ന അലക്സിന്റെ ഒന്നും അലക്സിന് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബിഗ് പ്രോപ്സ് ടു ബിഗ് അങ് ആൻഡ് ഹിസ് ടീം ഫോർ ഫിഗറിംഗ് ദിസ് ഔട്ട്. ഒരു സംഭവം ഉണ്ടായി ഗൈസ്. നമ്മ പറഞ്ഞ പോലെ അങ്കലവ് 4th റൗണ്ടും 5th റൗണ്ടുമാണ് റെസ്ലിംഗ് ഹെവി ആയത്. ക്ലിഞ്ച് ചെയ്ത് ആ കേജിനെ അവിടെ പോയി കെട്ടിപ്പിടിച്ചിരുന്നേക്കാം. പക്ഷെ ഫസ്റ്റ് തുടങ്ങി 3rd റൗണ്ട് വരെ അത്ര റെസ്ലിംഗ് ഹെവി ആയിരുന്നില്ല. പക്ഷെ അങ്കലവ് കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, ഫെയിന്റ്.
എപ്പോഴത്തെ ഇവിടെ പെയിന്റ് ചെയ്ത് അലക്ഷനെ കൺഫ്യൂസ് ആക്കിയായിരുന്നു. ഇത് നമ്മുടെ പ്രൊഡിക്ഷൻ വീഡിയോയിൽ നമ്മൾ എടുത്തു പറഞ്ഞാണ്. അപ്പൊ ജസ്റ്റ് എടുത്തു പറഞ്ഞ പോയിന്റ് ആണ് നിങ്ങൾ അറിയിക്കാനുള്ളത്. മഴ ഭയങ്കരമായിട്ട് ഇവിടെ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് അടുത്തിരുന്നിട്ട് പറയണ. അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്ന കാരണം മഴ കൂടി. ഈ 3 കാര്യങ്ങള് ചെയ്തുകൊണ്ട് നമ്മുടെ അലക്സ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗൈസ്. ഈ ഫൈറ്റില്ലേ, അലക്സ് അങ്കലവിനെ തോപ്പിക്കാനോ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാനോ വന്നതല്ല, എങ്ങനെ അങ്കലവിന്റെ ടേക്ക് ഡൗൺ ഡിഫെൻഡ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടി മാത്രം വന്നായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അലക്സ് ഈ ഫൈറ്റിന്റെ തുടക്കം തുടങ്ങി അവസാനം വരെ അലക്സിന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം, ഹൗ ടു സ്റ്റോപ്പ് അങ്കലവ് ടേക്ക് ഡൗൺ, ഹൗ ടു സ്റ്റോപ്പ് അങ്കലവ് ടേക്ക് ഡൗൺ. അങ്കലവിന്റെ ടേക്ക് ഡൗൺ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം അലക്സ് ഇറങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് പുള്ളി സക്സസ് ആയി. പക്ഷെ എന്തോരം ഇത് ഇങ്ങനെ പറയൂലേ, ഹി വോൺ ബട്ട് അറ്റ് വാട്ട് കോസ്റ്റ് എന്നൊക്കെ ചോദിക്കൂലേ, അതേപോലത്തെ ഒരു മൂവ്മെന്റ് ആയി പോയി ഗൈസ്. അപ്പൊ റീമാച്ച് എപ്പിക്കായിരിക്കും. ഇത് ഫിക്സ് ചെയ്ത് തന്നെ അലക്സും കോൺഫിഡന്റോട് കൂടി തന്നെ അങ്കലവും എപ്പിക്കായിരിക്കും. കാത്തിന്ന് കാണാൻ, കണ്ടറിയാൻ കോശി. അപ്പൊ ഇതേപോലത്തെ വീഡിയോക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആൾക്കാർ ഹെൽപ്പിന് വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ കുറച്ച് പിള്ളേരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുതിയ കോച്ചിങ് പിള്ളേരാ. അവന്മാരെ വെച്ച് ബ്രേക്ക് ഡൗൺ ചെയ്തൊക്കെ നോക്കാം, നമുക്ക് ഇറക്കാൻ പുതിയതൊക്കെ. അപ്പൊ ചാവ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ് എന്തെങ്കിലും. ഫോർട്ടൻ ഫാൻസ് കമോൺ.